ഒരു രൂപ സേവ് ചെയ്യുന്നത് ചില ആൾക്കാർ അത് അവർക്കൊന്നും ഒരു ഫാക്ടറി അല്ല. സ്മോൾ ഡ്രോപ്പ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. നമ്മൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. പൈസ എവിടെയാണ് പോണേന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചത് എവിടെയാണ് ഈ പൈസ പോണേന്ന് ചോദിച്ചാൽ ഹി ഡസൻ നോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ഹി ഡസൻ നോ. ഞാൻ ബ്രിങ് യുവർ സ്റ്റേറ്റ്മെന്റ്. ചായ കുടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ആൾക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ആളാണ്. ഈ സ്റ്റോപ്പ് ദിസ്. വീട്ടിൽ നിന്ന് പിന്നെ ചായ അത്ര നിർബന്ധമാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കുടിക്കും. നമുക്ക് സേവ് ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ചിലതൊക്കെ വളരെ സിമ്പിളായിട്ട് വിടേണ്ടത് നമുക്കൊന്ന് പിടിച്ചാൽ മതി. ദർ ആർ സം തിങ്സ് വിച്ച് വി എൻജോയ്. അതിന് പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. ബുക്ക് വായിക്കാം എൻ്റെ പാഷനാണ്, എനിക്ക് അതിന് പൈസ ആവശ്യമില്ല. ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു അസറ്റ്സിൽ, അതായത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ അവർക്ക് കൺവീനിയൻസ് കൂടുതൽ ഫാക്ടറാണ്. ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത കാരണം അവരത് എടുക്കില്ല. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബെറ്റിംഗ് ആപ്സും ഗാംബ്ലിംഗ് ആപ്സും അതിലൊക്കെ ആ ഒരു ഇത് കിട്ടുമല്ലോ, ഒരു അഡ്രലിൻ റഷ് കിട്ടും ഇത് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കണതെന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ ബേസിക്, അതായത് പല കാര്യങ്ങളും കട്ട് ഓഫ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. സോ അൺനെസസറി എക്സ്പെൻസ് അത് നമ്മൾ എങ്ങനെ റിവ്യൂ ചെയ്യണോ, അതോ ലൈക്ക് നമ്മൾ ട്രേഡിങ്ങിൽ ജേർണൽ ചെയ്യുന്നൊക്കെ പറയില്ല, ഓക്കെ, അതുപോലെ ലൈഫ് ജേർണൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളുണ്ടോ? എക്സ്പെൻസസ് ഇപ്പോഴത്തെ ജനറേഷൻ ശരിക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഹൗ ടു കട്ട് ഡൗൺ ദെയർ എക്സ്പെൻസ്. നമ്മൾ ഇറ്റ്സ് ലൈക്ക് ഒരു രൂപ സേവ് ചെയ്യുന്നത് ചില ആൾക്കാർ അത് അവർക്കൊന്നും ഒരു ഫാക്ടറി അല്ല. പണ്ടൊക്കെ നമ്മൾക്ക് 25 വയസ്സേക്ക് മിഠായി വാങ്ങിച്ചിരുന്ന ഒരു ടൈമുണ്ട്. ഇന്ന് ഒരു കടയിൽ ചെന്ന് കഴിഞ്ഞാൽ 99.5 റുപ്പീസ് ബില്ല് വന്നു കഴിഞ്ഞാൽ യൂഷ്വലി എന്താ സംഭവിക്കുക? വളരെ കുറച്ച് ആൾക്കാരാണ് 50 പൈസ തിരിച്ചു വയ്ക്കുള്ളൂ. കടക്കാരനും ഹാപ്പിയാണ്, അവർ 100 വാങ്ങിക്കുകയും ചെയ്യും. പക്ഷേ ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 50 പൈസ ചോദിച്ചിട്ടില്ല, നമുക്ക് 50 പൈസയെ പോയിട്ടുള്ളൂ. കടക്കാരൻ ഈ 50 പൈസ എടുക്കുമ്പോൾ അയാൾക്ക് അത്രയും കസ്റ്റമേഴ്സ് കിട്ടുമ്പോൾ 200 കസ്റ്റമേഴ്സ് ആയി കഴിഞ്ഞാൽ 100 രൂപയായി. സ്മോൾ ഡ്രോപ്പ് ക്യാൻ മേക്ക് എ ബിഗ് ഡിഫറൻസ്. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ സേവ് ചെയ്യണ ചെറിയൊരു എമൗണ്ടാണെന്ന് വിചാരിക്കും, പക്ഷേ ഒരുമിച്ച് വരുമ്പോൾ ഇറ്റ് ബി എ ബിഗ് എമൗണ്ട്. ഇപ്പം നമ്മൾ ഒരുപാട് ഇൻകം ഏൺ ചെയ്യണ ആളാണ്. ഒരു ബക്കറ്റിൽ കുറേ ഹോളിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിക്കുക. എത്ര വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല, ഈ ഹോളിൽ കൂടെ വെള്ളം പോകും. അപ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ. പൈസ എവിടെയാണ് പോണേന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ മാസം 30,000 രൂപ കിട്ടി. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ അവർക്ക് ഒരുപാട് സബ്സ്ക്രിപ്ഷൻസ്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, അത് ഇത്. റെയർലി ഇവർ ഇതൊക്കെ യൂസ് ചെയ്യണത് മേ ബി വൺസ് ഒരു സിനിമ റിലീസ് ചെയ്താൽ മാത്രം കാണും. ഫ്രീക്വൻ്റ് ആയിട്ട് യൂസ് ചെയ്യണവർ ആരും ഉണ്ടാവില്ല. ഇതൊക്കെ കംപ്ലീറ്റ്ലി കട്ട് ഡൗൺ ചെയ്യാം. പിന്നെ ഇപ്പോൾ അടുത്ത റീസെൻ്റ് ആയിട്ട് ഒരു ഫാമിലി, യങ് കപ്പിൾസ്, അവർ 80,000 റുപ്പീസാണ് ഒരു ഹസ്ബൻഡ് ഏൺ ചെയ്യണ ഇൻകം. ബാങ്ക് ബാലൻസ് 0 ആണ്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചോദിച്ചത് എവിടെയാണ് ഈ പൈസ പോണേന്ന് ചോദിച്ചാൽ ഹി ഡസൻ നോ. അത് വളരെ ഇൻട്രസ്റ്റിംഗ്. ഹി ഡസൻ നോ. ഞാൻ ബ്രിങ് യുവർ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ കൺവീനിയൻസ് നമ്മളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ബ്ലിങ്കറ്റ്, സൊമാറ്റോ, സ്വിഗ്ഗി വളരെ എളുപ്പമാണ്. ഒരു സാധനം വേണമെങ്കിൽ 10 മിനിറ്റിൽ സാധനം വരും. പക്ഷേ ഒരു 10 രൂപയുടെ സാധനം വാങ്ങിക്കാൻ വേണ്ടി യു ഹാവ് ടു സ്പെൻഡ് 150 റുപ്പീസ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് നോക്കിയപ്പോൾ ഇൻട്രസ്റ്റിംഗ് ഫൈൻഡ്, ഏറ്റവും കൂടുതൽ പൈസ പോയിരിക്കുന്നത് എന്തിലാണെന്ന് ഗസ് ചെയ്യാമോ? ഓൺലൈൻ ആപ്സ് അല്ല, ഫുഡ്. ഡെഫിനറ്റ്ലി ഫുഡാണ്. ഫുഡ് ഈസ് ഈറ്റിംഗ് എ ബിഗ് എമൗണ്ട് ഓഫ് യുവർ മണി. ചായ കുടി, ചായയുടെ കൂടെ എന്തെങ്കിലും കടി, കൂടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരാരും മിണ്ടൂല. 300-400 റുപ്പീസ് പൊട്ടും. ഇമാജിൻ യു ഹാവ് ടു തിങ്ക് ദാറ്റ് ഒരു ദിവസം 1000 രൂപ ഉണ്ടാക്കണമെന്നും കൂടി ആലോചിക്കണം. അതിൻ്റെ അകത്ത് ഇത്ര എമൗണ്ട് പോണേ. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് വന്നപ്പോൾ ഹിംസെൽഫ് ചേഞ്ച്. ചായ കുടിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല, ആൾക്ക് ചായ കുടിച്ചില്ലെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ലാത്ത ആളാണ്. ഈ സ്റ്റോപ്പ് ദിസ്. വീട്ടിൽ നിന്ന് പിന്നെ ചായ അത്ര നിർബന്ധമാണെങ്കിൽ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കുടിക്കും. ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യും. അങ്ങനെ ഒരുപാട് എമൗണ്ട് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ വെരി ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ എത്രയാണ് നമ്മുടെ വരവ്, അതിൽ നിന്ന് തന്നെ എത്ര പോകണം എന്നുള്ളത് വളരെ ക്ലിയർ പിക്ചറായിട്ട് വേണം. റൈറ്റ് ഇറ്റ് ഡൗൺ. ഇതാണ് എൻ്റെ സംഭവം. അടുത്ത മാസം എത്ര വരും എന്നുള്ളത് അത് അറിയാം. നമുക്ക് സേവ് ചെയ്യാനായിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്. നമ്മൾ ചിലതൊക്കെ വളരെ സിമ്പിളായിട്ട് വിടേണ്ടത് നമുക്കൊന്ന് പിടിച്ചാൽ മതി. ഇപ്പോൾ സിമ്പിൾ എക്സാമ്പിൾ ലൈക്ക് ഇപ്പോൾ വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയ സ്വിച്ച് ഓഫ് യുവർ ലൈറ്റ്. എക്സ്പെൻസ് അവിടെ കുറയും, പക്ഷേ മിക്ക ആൾക്കാരും കെയർ ഫ്രീ ആണ്. ഇത്രയും ഉണ്ടാക്കുന്ന ഇത്രയും പോകുന്നുണ്ട്. കപ്പിൾസിൻ്റെ കേസിന് പറഞ്ഞു 80,000 സാലറി ഉണ്ടവർക്ക് അറിയില്ല ഫണ്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പം മേജർലി ഫുഡ്. നേരത്തെ മന്തിയല്ലേ പറഞ്ഞേ? 3000 രൂപ മന്തിക്ക് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. സോ ഞാൻ ആ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഒരു ഡിസയറാണ് ശരിക്കും അത്. ഡെഫിനറ്റ്ലി ഒരു മലയാളത്തിൽ കൊതി എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഇരിക്കുമ്പോൾ ചായ കുടിക്കണം, ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാൻ പോകണം, ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും. ബട്ട് സോ അത് ഐ തിങ്ക് കൺട്രോൾ ചെയ്യാൻ ശകലം
പാടുപോലെ തന്നെയാണ്, അറൗണ്ട് സിഗരറ്റ് അഡിക്ഷൻ പോലെ തന്നെയാണ് ഡെഫിനറ്റ്ലി മന്തി അഡിക്ഷൻ അങ്ങനെയും പറയാം. സോ അതും സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് നമ്മൾ ഡയറക്റ്റ്ലി റിലേറ്റഡ് അല്ലെങ്കിലും ഇൻഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഡെഫിനറ്റ്ലി തീർച്ചയായിട്ടും നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു രാത്രി ഒരു നേരത്തെ ഫുഡല്ല, ഇഷ്യൂസ് ഇല്ല. ബട്ട് ഒരു മാസത്തിൻ്റെ ഒരു പകുതി മുക്കാൽ ഭാഗമാകുമ്പോഴത്തേനും ഒരു ഹ്യൂജ് കോർപ്പസ് ആണ് അതിലേക്ക് പോകും. നമ്മൾ ചിന്തിക്കുന്ന പോലും ഇല്ല അത്. സോ അങ്ങനത്തെ എക്സ്പെൻസസ് നമ്മൾ കട്ട് ഡൗൺ ചെയ്യേണ്ടി വരും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. സോ അതിനെന്തെങ്കിലും ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ അതിന്? ഇമാജിൻ നമ്മളൊരു 30,000 rupees സാലറി കിട്ടണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ഞാൻ പല റൂൾസും പറഞ്ഞു, 50-30-20 റൂൾ, മറ്റേ റൂൾ, ഈ റൂൾ. ആ പൈസ എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ആ ആളുടെ റൈറ്റാണ്. ആ ആൾക്ക് ഇഷ്ടമുള്ള പോലെ ആൾ സ്പെൻഡ് ചെയ്യും. അപ്പോൾ അടുത്ത് വേറൊരു ക്ലയൻറ്റാണ്, ഹീസ് ഏർണിംഗ് ഓൺലി 20,000 rupees പെർ മന്ത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ലയബിലിറ്റീസോ കാര്യങ്ങളൊന്നുമില്ല. 6,000 രൂപ ജിമ്മിൽ പേഴ്സണൽ ട്രെയിനറിന് വേണ്ടി സ്പെൻഡ് ചെയ്യും. കാരണം എന്താ കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹിസ് പാഷൻ. ഓക്കെ, എനിക്ക് അതിൻ്റെ അത് തെറ്റു പറയാനും പറ്റില്ല. കാരണം ബോഡി അത്രയും നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. ഹെൽത്ത് ആൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഈ ഫുഡിൻ്റെ കേസ് അങ്ങനെയല്ല. ഫുഡ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി കൊതിയുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ കൊതി ഉണ്ടെങ്കിൽ ആ ഫ്രീക്വൻസി കുറക്കാം. നത്തിങ് റോങ് ഇൻ മാസത്തിൽ ഒരിക്കൽ പോയി പുറത്തുനിന്ന് ഒരു മന്തി കഴിച്ചെന്ന് വിചാരിച്ചിട്ട് നോ പ്രോബ്ലം. പക്ഷേ ഇപ്പോഴത്തെ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഡെയിലിയാണ്. ആൻഡ് എൻ്റെ വീടിൻ്റെ അടുത്തൊക്കെ ഐ റിയലി ഫീൽ ഷോക്ക്ഡ്. 2 മണിക്ക് വരെയും ക്യൂ നിൽക്കുന്നുണ്ട് ആൾക്കാർ ഈ ഷവായിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട്. ക്യൂ നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കിയാൽ 2 o'clock. അപ്പോൾ ആ ഒരു ഇതാ. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ ഈറ്റിംഗ് ഔട്ട് ഈസ് നോട്ട് എ ഹെൽത്തി ഹാബിറ്റ്. അപ്പോൾ അത് കട്ട് ഡൗൺ ചെയ്യാം. വീട്ടിലുണ്ടാക്കി കഴിച്ചു, അത് എൻജോയ് ചെയ്യാം. ഇപ്പോൾ വീട്ടിൽ ഇപ്പോൾ ചായ കുടിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ചായ കുടിക്കാൻ 10 രൂപ കൊടുത്ത് ചായ കൊടുത്ത് ഇൻസ്റ്റഡ് അത്രയും ഇഷ്ടമുള്ള ആളാണെങ്കിൽ 3-4 ടീ ബാഗ്സോ അല്ലെങ്കിൽ ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിട്ട് ട്രൈ ഔട്ട്, മേക്ക് ഔട്ട്, പല ടൈപ്പ് ചായ, പല ടൈപ്പ് കോഫി വീട്ടിൽ നിന്ന് കുടിക്കാം. അത് എൻജോയ് ചെയ്യാം. യാതൊരു ചിലവും വരില്ല ആ കാര്യത്തിൽ. പിന്നെ ഇൻസ്റ്റെഡ് ഓഫ് ഗോയിങ് ഔട്ട്, ഞാൻ പറയാം ഫ്രീക്വൻസി കുറക്കാന്നുള്ളൊരു കേസ്. ദർ ആർ സം തിങ്സ് വിച്ച് വി എൻജോയ്. അതിന് പൈസ ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ട്. ബുക്ക് വായിക്കുക എൻ്റെ പാഷനാണ്, എനിക്ക് അതിന് പൈസ ആവശ്യമില്ല. ബുക്ക് ഞാൻ ലൈബ്രറിയിൽ നിന്ന് എടുക്കാം, ഫ്രണ്ടിനെ നിന്ന് ചോദിക്കാം. ട്രെക്കിങ്ങിന് പോവാം, പൈസ ആവശ്യമില്ല. അപ്പോൾ എവറി ആക്ടിവിറ്റി പൈസയായിട്ട് റിലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ദർ ആർ തിങ്സ് വിച്ച് യു എൻജോയ് വിച്ച് ഡസ് നോട്ട് നീഡ് മണി. അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ചില മന്തി കഴിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ചെയ്യുന്ന കാര്യമാണ്, ഇന്ന് ഞാൻ ഡയറ്റായി, ഇന്ന് ഞാൻ മന്തി കഴിക്കണില്ല, അങ്ങനെ പറയും. നോ ഷുഗർ ഡേ ആൾക്കാർ ഇത് ചെയ്യും, ഇന്ന് ഷുഗർ കട്ടാ. അതേപോലെ തന്നെ ഇൻട്രസ്റ്റിംഗ് തിങ് വിച്ച് യു ക്യാൻ ഡു, നോ സ്പെൻഡ് ഡേ വെക്കാം. ഇന്ന് ഞാൻ 1 രൂപ പോലും ഞാൻ ചിലവാക്കില്ല. ട്രൈ ചെയ്ത് നോക്ക്, പോസിബിളാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു തിങ്, അതായത് നമ്മളിപ്പോൾ ഈ പല കാര്യങ്ങളും മന്തി കഴിക്കുന്നതും ചായ കുടിക്കുന്നതൊക്കെ എൻജോയ് ചെയ്യുന്ന കാര്യം, അതേപോലെ തന്നെ സേവിങ് എൻജോയ് ചെയ്യുക, ഇൻവെസ്റ്റിങ്ങും എൻജോയ് ചെയ്യുക. മേക്ക് ഇറ്റ് എ പ്രയോറിറ്റി. കാരണം ഇതിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ സാക്രിഫൈസിങ് സം തിങ്സ്. പക്ഷേ ഫ്യൂച്ചറിൽ കിട്ടാൻ പോകുന്ന ഒരു നെക്ടർ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ദാറ്റ് ഗിവ്സ് യു അൾട്ടിമേറ്റ് ഹാപ്പിനെസ്. ഇൻവെസ്റ്റ് ആൻഡ് ഡു നത്തിങ്. ഇൻവെസ്റ്റ് ആൻഡ് ഡു നത്തിങ്. സ്പെൻഡ് ലെസ്. അതെ, യെസ്. ഈ ഹാബിറ്റ്സിനെ പറ്റി പറഞ്ഞു. നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം ഹാബിറ്റ്സ്. അതുപോലെ ഫിനാൻഷ്യലും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഡെഫിനറ്റ്ലി, രണ്ടെണ്ണത്തിൽ. സോ ഹൗ ഡു യു മെയിൻറ്റെയിൻ ദാറ്റ് ഫിനാൻഷ്യലുള്ള കൺസിസ്റ്റൻ്റ്? അതായത് നമ്മൾ ഇപ്പം ഇൻകത്തിൻ്റെ കേസിലൊരു 30% ഇൻവെസ്റ്റ് 20% ഇൻവെസ്റ്റ് ചെയ്യണം. അത് നമുക്കറിയില്ല അത് കൺസിസ്റ്റൻ്റ് ആക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ചിലപ്പം അടുത്ത 6 months അല്ലെങ്കിൽ 10 months ചിലപ്പോൾ ജോലി കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ വീട്ടിൽ തന്നെ ആയിരിക്കും, ഇൻകം കാണില്ല. സോ അങ്ങനത്തെ കേസ് അത് ഒരു ഇൻസെക്യൂരിറ്റിയാണ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്മിറ്റ് ചെയ്യുമ്പോൾ. ഡെഫിനറ്റ്ലി. സോ ഹൗ ഡു വി ഓവർകം ദാറ്റ്? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുന്നതിൻ്റെ മുന്നേ മേക്ക് ഷുവർ യുവർ ബേസ് ഇസ് ഫിറ്റ്. നമുക്ക് എമർജൻസി ആയിട്ട് വരാൻ പോകുന്ന കാര്യങ്ങൾ പിക്ചർ ചെയ്യണം. ഓക്കെ, അതിൽ വി ഹാവ് ടു സീ ഹൗ ഫോറിൻ കമ്പനീസ് ആർ ഡൂയിങ്. ഇന്ത്യയിലെ കമ്പനീസ് ദേ ഡോണ്ട് ഡു. അവർ സ്ട്രാറ്റജി ഒന്നും പിക്ക് ചെയ്യില്ല. എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വാട്ട് വി ഹാവ് ടു ഡു, അത് ഫോറിൻ കമ്പനീസ് ചെയ്യുന്ന ഒരു കാര്യം. അവർക്ക് ഈച്ച് ആൻഡ് എവറി ക്രൈസിസ് എന്ത് വരും എന്ന് അവർക്കറിയാം. അത് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാം. അത് നമ്മുടെ ലൈഫിൽ ഫോളോ ചെയ്യാം. ഇപ്പം ഞാൻ വർക്ക് ചെയ്യണേ, എനിക്ക് സാലറി ഉണ്ട്, ഞാൻ മാത്രമാണ് ബ്രെഡ് വിന്നർ, വൈഫ് വർക്ക് ചെയ്യുന്നില്ല, സംതിങ് ലൈക്ക് ദാറ്റ്. എന്തൊക്കെ ചാൻസ് ഉണ്ട്? എനിക്ക് സുഖമില്ലാതെ ആവാം, എൻ്റെ ജോലി പോവാം. ഓക്കെ, എനിക്കെന്തെങ്കിലും വലിയൊരു ഫിനാൻഷ്യൽ കടം എടുക്കേണ്ട ആവശ്യം വരാം. ഈ സംഭവങ്ങൾ ഫുള്ള് കവർ ചെയ്യാം. ടേക്ക് എ ബിഗ് അത്യാവശ്യം നല്ലൊരു സം ഇൻഷുറൻസിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. വെനെവർ യു ആർ യങ്, എന്ത് ഹെൽത്ത് ഇഷ്യൂസ് വന്നാലും ദിസ് വിൽ കവർ അപ്പ്. ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക.
ഇഫ് എനിത്തിങ് ഹാപ്പൻസ് ടു യു ടുമോറോ, ഫാമിലിയും ബാക്കി കാര്യങ്ങളും ലയബിലിറ്റീസൊക്കെ ഇറ്റ് വിൽ ഗോ ഓൺ സ്മൂത്ത് വേ. പിന്നെ ഞാൻ നേരത്തെ സ്ട്രെസ് ചെയ്യാത്തൊരു കാര്യമുണ്ട്, പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസ്, വെരി യൂസ്ഫുൾ തിങ്. അത് നമ്മൾ യൂഷ്വലി മെൻ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ദേ ആർ ട്രാവലിംഗ് എവറി ഡേ, ചാൻസസ് ഓഫ് ആക്സിഡൻറ്റ് ഇസ് ഹൈ, ഭയങ്കര ഹൈ ആണ്. എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിൽ കിടക്കും. നമ്മൾ നത്തിങ് ഹാസ് ഹാപ്പൻ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ടേം ഇൻഷുറൻസ് വിൽ വർക്ക് ഔട്ട്. പക്ഷേ നമ്മൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ജോബ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ആക്സിഡൻറ്റ് ഇൻഷുറൻസിൽ യു വിൽ ഗെറ്റ് എ വീക്ക്ലി ഇൻകം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും. വെരി നെഗ്ലിജിബിൾ പ്രീമിയം. ഇതൊക്കെ സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ നോ ന്യൂ റിസ്ക് ക്യാൻ കം അപ്പ്. നമുക്കത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകാം. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. കാരണം യു ഹാവ് ടു നോ ദാറ്റ് ഇത് നമ്മൾ ചെയ്യുന്നത് ഇന്നൊരു ആവശ്യത്തിന് വേണ്ടിയാണ്. ആ ഒരു ആവശ്യം വരുമ്പോൾ മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. പിന്നെ ഈ കൺവീനിയൻസ് പറഞ്ഞല്ലോ, ഇപ്പോൾ ബ്ലിങ്കിറ്റിലൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് വിത്തിൻ 10 minutes. പല ആൾക്കാരും ചോദിക്കുന്ന കാര്യം നമുക്ക് മാസം ഞാൻ തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളാം, SIP ചെയ്യേണ്ട, ഓട്ടോമേറ്റ് ചെയ്യേണ്ടെന്ന് പറയും. അത് ചെയ്ത് കഴിഞ്ഞാൽ മിക്ക ആളുകളും ചെയ്യാറില്ല. സോ ഓട്ടോമേറ്റ് ഓൾ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. മാസം 30,000 rupees സാലറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ലോൺ ഉണ്ടെങ്കിൽ അറിയാമല്ലോ 5ാം തീയതി സാധനം പിടിച്ചുകൊണ്ടു. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു പിടുത്തം വരും. പിന്നെ സ്പെൻഡിങ് അത്ര കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു അസറ്റ്സിൽ, അതായത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്ത സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ടായ കാരണം ഇപ്പോഴത്തെ ജനറേഷനിൽ അവർക്ക് കൺവീനിയൻസ് കൂടുതൽ ഫാക്ടറാണ്. ഇത് പെട്ടെന്ന് എടുക്കാൻ പറ്റാത്ത കാരണം അവരത് എടുക്കില്ല. ഇത് എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന കാരണമാണ് മിക്ക ആളുകളും ഇത് ഒന്നും കാണാതെ ഗൂഗിൾ പേ എവറിത്തിങ് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സിലാണ് നടക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കൊണ്ടുവന്നത്. ഇപ്പോൾ ആമസോണിലൊക്കെ കാർഡ് സേവ് ചെയ്ത് വെക്കും. നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് സേവ് ആവും. അത് പിന്നെ RBI ഒരു റൂൾ കൊണ്ടുവന്ന് കാർഡ് നമ്പർ സേവ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇവരൊക്കെ കൂടെ പുതിയൊരു ടോക്കണൈസിങ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ടെക്നോളജി കൊണ്ടുവന്ന് വൺസ് നമ്മൾ എഗ്രി ചെയ്ത് കഴിഞ്ഞാൽ കാർഡ് നമ്പർ സേവ് ആവും. കാർഡ് നമ്പർ സേവ് ചെയ്തില്ലെങ്കിൽ പകുതി നിങ്ങളുടെ എക്സ്പെൻസ് കുറയും. കാരണം നമുക്ക് അത്രയും നീഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ കാർഡൊക്കെ എടുത്ത് അറിയുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് OTP ഓട്ടോമേറ്റഡ് ആണ് എല്ലാം. അപ്പോൾ ബിസിനസ്സസ് വിൽ ഡു എവറിത്തിങ്. നിങ്ങളുടെ പോക്കറ്റിലുള്ള ഹാർഡ് ഏൺ മണി അവരുടെ കയ്യിലേക്ക് എത്തിക്കാൻ വേണ്ടി എല്ലാം ചെയ്യും. നമ്മൾ അതേപോലെ തന്നെ നമ്മുടെ പൈസ പുറത്ത് അത്ര എളുപ്പത്തിൽ പോകാതിരിക്കാൻ വേണ്ടി നമ്മളും അത് ഇൻവെസ്റ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെക്കാം. അപ്പം ഈ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട്സ് ചെയ്യുവാണെങ്കിലോ, അതായത് ഇപ്പം എൻ്റെ സാലറി വന്നു, ഓക്കെ, സാലറി വന്ന ഉടനെ തന്നെ ഞാൻ അതിൻ്റെ ഒരു 60% ആണ് സപ്പോസ് ഇപ്പോൾ ഞാൻ സേവിങ് പ്ലസ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറ്റി വയ്ക്കും. ഓക്കെ, ആ 60% എമൗണ്ട് ഞാൻ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റി. ഓക്കെ, ആൻഡ് എൻ്റെ പേഴ്സണൽ എക്സ്പെൻസസിന് വേണ്ടി ഞാൻ ഈ അക്കൗണ്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. സാധാരണഗതിയിൽ ഇപ്പം ചെയ്യുന്നൊരു ട്രെൻഡ് കണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യാം. ഒന്നും ഉണ്ടാവില്ല. അതെ. എന്നാലും നല്ലൊരു ഇതിനങ്ങ് പറയും ഞാൻ മാസത്തിന് ബാക്കി അതെല്ലാം ഞാൻ സേവ് ചെയ്യാറുണ്ട്. സോ അത് ഈ ഒരു ജനറേഷൻ കുറവാണ്. സോ അത് കുറച്ചും കൂടി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് മെച്ചപ്പെടുത്താൻ പറ്റുമോ? അപ്പോൾ ആനന്ദ് പറഞ്ഞല്ലോ, അതായത് സാലറി ഒരു 50,000 സാലറി കിട്ടുകയാണെങ്കിൽ ഇത്രയും ഞാൻ വേറെ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു, ഇത്രയും ഞാൻ ഇത് ചെയ്യുന്നു. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അത് കാരണമാണ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറയാം. ഓക്കെ, ഒരു 5th എന്നുള്ള ഡേറ്റിലാണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഇന്ന അക്കൗണ്ടിലേക്ക് പൈസ ഓട്ടോമാറ്റിക്കായിട്ട് പോയിക്കോട്ടെ. അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ലിക്വിഡ് ഫണ്ട്സിലേക്ക് പോയിക്കോട്ടെ. അങ്ങനെ ചെയ്ത് ചില ആൾക്കാർ അത്യാവശ്യം കോർപ്പസ് ആകുമ്പോൾ അത് FD ആക്കും. ബ്രേക്ക് ചെയ്യണതിനൊരു പെനാൽറ്റി വരും. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ കേസസൊക്കെ വന്നു കഴിഞ്ഞാൽ യു ആർ ഫിറ്റ്, വേറെ ഇഷ്യൂസോ കാര്യങ്ങളൊന്നുമില്ല, നമുക്കത് എടുക്കാൻ തോന്നില്ല. ഗ്രാജ്വലി നമ്മൾ ഈ സംഭവം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കോർപ്പസ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് വരും. നമ്മൾ ഇത്രയും ചെയ്തുകൊണ്ട് ഇത്രയും ആക്കി എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. അത് മതി നമുക്കൊരു മോട്ടിവേഷൻ ഇതായിട്ട് ചെയ്യാനായിട്ട്. ഹാബിറ്റാണ്, അതൊന്ന് ഫോക്കസ് ചെയ്യും. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ, പുറത്ത് പോകണമെങ്കിൽ ഐ ഹാവ് ഹാർഡ് ക്യാഷ് വിത്ത് മീ. ചായ കുടിക്കേണ്ട വന്നാൽ പൈസ എടുത്തിട്ടേ കൊടുക്കുകയുള്ളൂ. കാർഡൊന്നും യൂസ് ചെയ്യില്ല. കാർഡ് ഓൺലി ഓൺലൈൻ വേണമെങ്കിൽ മാത്രമേ കാർഡ് യൂസ് ചെയ്യും. അപ്പോൾ ഹാർഡ് ക്യാഷ് കുറച്ച് പൈസ ഉണ്ടെങ്കിൽ അത് തീരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. കൺവീനിയൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇത് എൻ്റെ കയ്യിൽ ഇന്നലെ 2,000 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞല്ലോ. എനിക്ക് രണ്ടാമത് ATMത്തിൽ നിന്ന് എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാരണം എക്സ്പെൻസസ് കുറയും. അപ്പോൾ ഈ ഒരു പഴയ ഒരു ഈ കൺവീനിയൻസ് കുറച്ച് കൊണ്ടുവന്നാൽ മതി, നമ്മൾ കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ട് വരും. സോ ഇൻ ഷോർട്ട്, ഓൺലൈൻ പേയ്മെൻറ്റ് ആപ്സ് അൺഇൻസ്റ്റാൾ ചെയ്യുക. അത് ഐ ബീൻ ഡൂയിങ് ദിസ്. എൻ്റെ ഫോണിൽ ഇപ്പോൾ സ്വിഗ്ഗി സൊമാറ്റോ ഒന്നും ഇല്ല. അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ഞാനും രാത്രി ഓഫേഴ്സൊക്കെ നോക്കി ഫുഡ് കഴിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ ഇത് മാറ്റി കഴിഞ്ഞ് ഇനീഷ്യലി കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് ഇവരൊക്കെ മെസ്സേജ് അയക്കും, 3 months പ്രോ മെമ്പർഷിപ്പ് 1 രൂപയ്ക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അത് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഈ നഡ്ജസ് ഇല്ല. ഇത് മാർക്കറ്റിംഗിൽ അവർ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്, നഡ്ജിങ് എന്ന് പറയും. അതായത് ഒരു ആക്റ്റീവ് ആയിരുന്ന യൂസർ പെട്ടെന്ന് ഇനാക്റ്റീവ് ആയി കഴിഞ്ഞാൽ ദേ വിൽ ഗിവ് എനിത്തിങ്. വേണമെങ്കിൽ ഫസ്റ്റ് ഫുഡ് ഡെലിവറി ഫ്രീ ആയിട്ട് വരെയും തരും, ടു ബ്രിങ് യു ബാക്ക് ഇൻ ടു ദ സിസ്റ്റം.
ഇത് അൺഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക, സമാധാനം. യെസ്. അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടിനെ പറ്റി സംസാരിച്ചു, ഫൈനാൻഷ്യൽ ഗോളിനെ പറ്റി സംസാരിച്ചു, എക്സ്പെൻസ്, സേവിങ് ആൻഡ് ലാസ്റ്റ്ലി എമർജൻസി ഫണ്ട്സ്. നമുക്ക് എമർജൻസി ഫണ്ട്സിനെയും സേവിങ്സിനെയും ഒരു ഒറ്റ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ്. സോ അത് അതായത് നമ്മൾ 50 എക്സ്പെൻസസ് 30 ഫോർ 50 എക്സ്പെൻസസ് 30 ഫോർ ഇൻവെസ്റ്റിംഗ് ആൻഡ് 20 ഫോർ സേവിങ്. അപ്പം ഇതിൽ എമർജൻസി ഫണ്ടിൻ്റെ റോളും കൂടിയുണ്ട്. സോ ഹൗ ഡു വി ഡു ദാറ്റ്? എമർജൻസി ഫണ്ട് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. ഓക്കെ, അതിൻ്റെ വാല്യൂ എപ്പോഴാണ് മനസ്സിലാവാന്ന് പറഞ്ഞാൽ അത് യൂസ് ചെയ്യുമ്പോഴാണ്. അല്ലാത്ത പക്ഷേ അതിന് യാതൊരു റോളും ഉണ്ടാവില്ല. I'll give you an example. It's like നമ്മളൊരു റിസ്കി ട്രാവൽ പോവാം, ഷിപ്പിലാണ് പോകുന്നത്. നമ്മൾ അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്, എവറിത്തിങ് വി ഹാവ്, ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഒരു ഹൈ റിസ്ക് ഒരു ജേണിയാണ് നമ്മുടെ ലൈഫ്. ഡെഫിനറ്റ്ലി ഹൈ റിസ്ക് ആണ്, കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാൽ വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ചിലപ്പോൾ ഒരു ആക്സിഡൻറ്റ് മീറ്റ് എന്ത് വേണമെങ്കിൽ സംഭവിക്കാം, ജോലി പോകാൻ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. ഇങ്ങനത്തെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടും. ഓക്കെ, ആ സമയത്ത് എമർജൻസി ഫണ്ട്, ഇപ്പോൾ ഒരു ഷിപ്പിൽ പോണ ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ആ സമയത്ത് വിൽ ബി ഹാവിങ് എ ലൈഫ് ബോട്ട്. ആ ലൈഫ് ബോട്ടിൽ നമുക്ക് രക്ഷപ്പെടാം. ആ ലൈഫ് ബോട്ട് അതേവരെ അത് അവിടെ തന്നെ ഇൻടാക്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. പക്ഷേ അത് വെച്ചിട്ട് അത് ഒരു റെക്കേജ് വന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് മനസ്സിലാവുള്ളൂ. സോ ഓൾവേസ് സെറ്റ് എ എമർജൻസി ഫണ്ട് റെഡി. അത് എത്ര വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാ റിസോഴ്സസും വെച്ചിട്ട് നടക്കുമ്പോൾ ആ ഫുൾ റിസോഴ്സസ് ഒന്നും വേണ്ട. നമ്മളെപ്പോഴും ഒരു സേഫ് സൈഡ് നോക്കുന്നത് ഒരു 6 മാസത്തെ എക്സ്പെൻസ്, അത് മാത്രം മാറ്റിയിട്ട് ലൈഫ് ബോട്ട് നമുക്കറിയാമല്ലോ, വലിയ ഷിപ്പിൽ ലൈഫ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി സ്മോൾ. അപ്പോൾ അത് മാത്രം മാറ്റി വെച്ച് വെച്ചാൽ മതി. ഇൻ കേസ് ഓഫ് എനി റെക്കേജ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ ദിസ് വിൽ ആക്ട് ആസ് എ ബഫർ. ബാക്കി നമ്മുടെ ലൈഫിലേക്ക് ഒരു ബാക്ക് ടു നോർമൽ സ്റ്റെപ്പിലേക്ക് എത്താൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അല്ലെങ്കിൽ വൺസ് ഇത് ക്രാഷ് ആയി കഴിഞ്ഞാൽ എമർജൻസി ഫണ്ട് പോലും ഇല്ലെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മിക്ക ആളുകളും ഒന്നും ഇല്ലാതെ ആയി പോണത് ഈ ഒരൊറ്റ റീസൺ കാരണം. ആൻഡ് സ്ലോലി യു ക്യാൻ ബിൽഡ് ഇറ്റ്. പെട്ടെന്ന് തന്നെ ഒരു 5 ലക്ഷം രൂപ എടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ മാറ്റണം എന്നല്ല, മാസം ഒരു സ്മോൾ എമൗണ്ട് വെച്ചിട്ട് മാറ്റിയാൽ മതി. ലൈക്ക് വാട്ട് യു സെഡ്, വേറൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റിയാൽ മതി. ആ ടൈം ആകുമ്പോഴത്തേക്ക് അത് മറന്നു കളയാം, ഒരു കുഴപ്പമില്ല. ആൻഡ് ഓൺലി ഇൻ കേസ് ഓഫ് എമർജൻസി ഇത് പിക്ക് ചെയ്യാം. സോ നമ്മൾ അത്യാവശ്യം എല്ലാ സൈഡും കവർ ചെയ്ത് പോയി കവർ ചെയ്തു നമ്മൾ. ഓക്കെ, സോ യു ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് കെൻസ് വെൽത്ത്. എന്താ കെൻസ് പേര്? കെൻസ് ഇറ്റ്സ് ആക്ച്വലി ഒരു പേര് ഇടാൻ ഒന്ന് നോക്കിയപ്പോൾ അങ്കിൾ പറഞ്ഞൊരു പേരാണ് കെൻസ് എന്നുള്ള പേര്. ഇറ്റ്സ് എൻ അറബിക് വേർഡ്, ട്രഷർ എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ആദ്യം ഫസ്റ്റ് കെൻസ് കൺസൾട്ടിംഗ് എന്നായിരുന്നു, പിന്നെ ആ വെൽത്ത് എന്നുള്ളതൊന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ആ നെയിം. സോ ഓക്കെ, സോ എന്തെല്ലാം സർവീസസ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കെൻസിൽ? വി പ്രൈമർലി ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യണത് ഇത് ആഡല്ല. സോ മെയിൻലി ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്, ഫ്രം A to Z അബൌട്ട്. ഇപ്പോൾ ഒരു കപ്പിൾസിന് ദർ ആർ പീപ്പിൾ ഫിനാൻഷ്യൽ തിങ്സ്, ഇറ്റ് ഇസ് പേഴ്സണൽ, വെരി പേഴ്സണൽ. ഇപ്പോൾ വൺസ് ഇപ്പോൾ ഒരു ഹസ്ബൻഡും വൈഫ് വൺസ് ദേ ഗെറ്റ് മാരീഡ്, രണ്ടുപേരുടെ ഗോൾസ് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് റൂട്ട് മാപ്പ് ചെയ്ത് അവർക്ക് വേണ്ടിയിട്ടൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാം 360 ഡിഗ്രി സർവീസസുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം നമ്മൾ ഗെറ്റിംഗ് മാരീഡ് ഇസ് ബിഗ് ഡെസിഷൻ. കാരണം മാരേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദർ ആർ സിറ്റുവേഷൻസ്, അത് ഈ മെയിൻ പ്രോബ്ലം ഫിനാൻഷ്യൽ പ്രോബ്ലം തന്നെ ആയിരിക്കും. ഹസ്ബൻഡ് ഏർണിംഗ് മോർ, വൈഫ് ഇസ് ഏർണിംഗ് ലെസ്, പല ഡെറ്റ്സും. ഗോൾസ് കോമൺ ആക്കി കൊണ്ടുവരിക, അവരവരുടെ പ്രയോറിറ്റീസ് ഒന്ന് ചാനൽ ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുക. സോ നമ്മളെപ്പോഴും പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, മാരീഡ് ലൈഫ് ഇസ് ലൈക്ക് റോയിങ് എ ബോട്ട്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തുഴയണം, എന്ത് കാര്യത്തിലാണെങ്കിലും യു ആർ ടുഗെദർ. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. വി മൈറ്റ് ബി ഹാവിങ് രണ്ടുപേർക്കും പേഴ്സണൽ ഗോൾസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷൻ ഷുഡ് ബി സെയിം. ചില സിറ്റുവേഷൻസിൽ തുഴഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അതാണ് മാരേജിൻ്റെ വേറൊരു ബ്യൂട്ടി. ഒരാൾക്ക് എന്തെങ്കിലും ക്രൈസിസ് വന്നാലും അതർ പേഴ്സൺ ഇസ് ദെയർ ടു സപ്പോർട്ട്, പക്ഷേ തിരിച്ച് തുഴയാതിരിക്കുക, അത്രയേ ഉള്ളൂ. അത് ചാനലൈസ് ചെയ്ത് പീപ്പിൾ ആക്ച്വലി ഇപ്പോൾ ഒരുപാട് ജനറേഷൻ യങ്സ്റ്റേഴ്സ് ആർ കമ്മിങ് അപ്പ്. ഇങ്ങനെ നമുക്ക് ഇങ്ങനത്തെയൊക്കെ പ്രശ്നമുണ്ട്, വി നീഡ് എ പ്ലാൻ. അപ്പോൾ അതാണ് വാട്ട് വി ഡു. സോ വെൽത്ത് അല്ലെങ്കിൽ ഫൈനാൻസിലേക്ക് വന്നിട്ട് എത്ര വർഷത്തോളം ഇപ്പോൾ കമ്പനി ഫോം ചെയ്ത് 2017. ഓക്കെ, ആൻഡ് ഫിനാൻസിലേക്ക് വന്നിട്ട് ഐ വാസ് ഇൻ IT 16 MBA കഴിഞ്ഞിട്ട് ഇൻ ടു ദിസ് അറൗണ്ട് 5 to 8 years. അപ്പം ഈ 5 to 8 yearsൽ
ഐ തിങ്ക് ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്തതാണ്. ഡെഫിനറ്റ്ലി ഒരുപാട് ഫൈനാൻഷ്യൽ മണ്ടത്തരങ്ങൾ പറ്റിയ ആൾക്കാരെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ അതിലൊരു ഏറ്റവും നല്ല മെമ്മറി എന്താണ്? അല്ലെങ്കിൽ മെമ്മറി ഇൻ ദ സെൻസ് ചിലപ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ പോലെ ആവാം, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു പാഠം എന്ന് വേണമെങ്കിൽ പറയാം, ഒരു പാഠം പോലെ ആവാം അത്. സോ വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ്സ് ലൈക്ക് വാട്ട് യു സെഡ്, ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ട്. സം പീപ്പിൾ ആർ വെരി ഇൻസ്പയറിങ്. ചില ആൾക്കാരുടെ രീതികളും കാര്യങ്ങളൊക്കെ ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. ആൻഡ് നമ്മുടെ സൊസൈറ്റി പ്രത്യേകിച്ച് അറിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഐ ഹാവ് മെറ്റ് ദിസ് പേഴ്സൺ. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഹീസ് ആക്ച്വലി നോട്ട് എക്സ്പോസിങ് എനിത്തിങ്. ഓക്കെ, വെരി വെൽത്തി പേഴ്സൺ, ബിസിനസ്സിലാണ്. ആൻഡ് ഹീ ഡസ് ലോട്ട് ഓഫ് തിങ്സ് വിത്തൗട്ട് സീയിങ് ടു എനി വൺ. ആൻഡ് ഹീ ഫൈൻഡ്സ് ഹാപ്പിനെസ് ഇൻ ടു ഇറ്റ്. അപ്പം അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ഉണ്ട് വെൽത്തിൽ. ഇറ്റ് ഇസ് കോൾഡ് ആസ് സ്റ്റെൽത്ത് വെൽത്ത്. ഓക്കെ, റിയൽ വെൽത്തുള്ള ആൾക്കാരത് കാണിക്കൂല. ഓക്കെ, ആൻഡ് ദേ വിൽ എൻജോയ് ഡൂയിങ് സ്മോൾ തിങ്സ്. ഓക്കെ, അത് ആരാണ് ചെയ്തത്, എന്തിനാണ് ചെയ്തതെന്നൊന്നും അറിയില്ല. ഇപ്പോൾ നമ്മൾ പലതും യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന മിക്ക വെൽത്തി ആൾക്കാരും ചെയ്യുന്ന ഓരോ ചാരിറ്റി കാര്യങ്ങളൊക്കെ ഡെഫിനറ്റ്ലി ഇറ്റ് ഇസ് ഫോർ ദെയർ PR. പക്ഷെ അത് തെറ്റാണെന്നൊന്നുമല്ല, PR ഇസ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ചില ആളുകൾ ഇപ്പോൾ ബൈ നെയിം അവർക്കറിയില്ലായിരിക്കും. അതിൻ്റെ അകത്തൊരു ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ പറഞ്ഞാൽ, ഇറ്റ്സ് ലൈക്ക് ഒരു 3-4 years ബാക്ക് ഒരു ബേബിക്ക് ഒരു ഇഞ്ചക്ഷൻ ആവശ്യമുണ്ടായിരുന്നു ഫോർ മസ്കോ. ഒരു ഡിസീസ് വന്നിട്ട് 16 crores ആയിരുന്നു അതിൻ്റെ ഇഞ്ചക്ഷൻ. ആൻഡ് ഓൾ ദ ന്യൂസ് ചാനൽസ് വാസ് അഡ്വർടൈസിങ് ദിസ്. ഇത് എല്ലാവരും ഡൊണേറ്റ് ചെയ്യണം. ആൻഡ് ഹ്യൂജ് മണി വാസ് പോറിങ് ഇൻ. ആ ന്യൂസ് കുറച്ച് നേരത്തേക്ക് വന്നു, പക്ഷേ സംഹൗ ഇറ്റ് ഗോട്ട് എ ഗുഡ് വാല്യൂ ഇൻ മീ. അതിൻ്റെ അകത്ത് 16 crores 12 crores ഡൊണേറ്റ് ചെയ്തത് ഒരാളാണ്. ഡു യു നോ ഹും? ആരെങ്കിലും അറിയാതെ? ആരാണ്? അറിയില്ലല്ലോ. ഇല്ല. അതാണ് അതിൻ്റെ ബ്യൂട്ടി. ആർക്കും അറിയില്ല ആരാണെന്നുള്ള. ഇറ്റ് ഇസ് സംവെയർ ഫ്രം കുവൈറ്റ് എന്ന് വന്ന ഒരു ഇതാണ് അനോണിമസ് ട്രാൻസ്ഫർ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് അതിൻ്റെ അകത്ത് ഒരു ഗ്ലോറി എന്ന്. അപ്പോൾ ദർ ആർ സം തിങ്സ് വിത്തൗട്ട് എക്സ്പോസിങ് അതിന് കൂടുതൽ വാല്യൂ കിട്ടും. ആൻഡ് ഇത് ചെയ്ത ആൾ അവിടെ എൻജോയ് ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരും ഉണ്ട്. ഓക്കെ, സോ നമ്മുടെ യൂത്ത് യങ്ങർ ജനറേഷൻ ഇപ്പം ജോലിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ആൾക്കാർ ഐ തിങ്ക് ഒരു അറൗണ്ട് 20-25 years, ശരിക്കും അവരാണ് റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. ആൻഡ് അതായത് 35 വയസ്സിലൊക്കെ പ്ലാൻ ചെയ്യാം, ബട്ട് സ്റ്റിൽ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൽ ഒരു 80% ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസി ഇവരാണ് 20-25. സോ അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടി? ശരിക്കും ലൈഫിൽ ദർ ആർ ലോട്ട് ഓഫ് തിങ്സ്. നമുക്ക് സന്തോഷം തരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു പ്രായം കൂടുമ്പോൾ പ്രയോറിറ്റീസ് മാറും. 20 years പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറുമ്പോൾ ഉണ്ടാവുന്ന ഹാപ്പിനെസ് ആയിരിക്കില്ല 30 years കഴിഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ടുള്ള ഹാപ്പിനെസ് ആയിരിക്കില്ല 40 years കഴിഞ്ഞിട്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒരു സാക്രിഫൈസും ചെയ്യാതെ വെക്കേണ്ട ഒരു കാര്യം നമ്മുടെ ഹെൽത്താണ്. ഹെൽത്ത് സൂക്ഷിക്കുക. അപ്പോൾ മന്തിയൊക്കെ കഴിക്കുമ്പോൾ അത് ആലോചിക്കുക. കാരണം ആരോഗ്യം പോയി കഴിഞ്ഞാൽ മണി കനോട്ട് ബൈ ഇറ്റ്. അത് ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, സാർ എനിക്ക് എത്രയും എമൗണ്ട് എൻ്റെ അക്കൗണ്ടിലുണ്ട്, ഒരു നത്തിങ് ഡൂയിങ്, യു ആർ ഗോൺ. അപ്പോൾ ഗിവ് ഹ്യൂജ് ഇമ്പോർട്ടൻസ് ടു ഹെൽത്ത്. പിന്നെ ഗുഡ് തിങ്സ് വിൽ ടേക്ക് ടൈം. ആ ടൈം വരുമ്പോൾ നമുക്ക് ചില സാധനങ്ങൾ ഇപ്പോൾ കുറച്ച് ലേറ്റ് ആകുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ എനിക്ക് സന്തോഷം, പെട്ടെന്ന് കിട്ടുന്നതിനെക്കാട്ടി സന്തോഷമാണ്. ഇറ്റ് വിൽ സസ്റ്റെയിൻ നമ്മൾ ഹാർഡ് ഏൺഡ് മണി. ഇപ്പോൾ ലോട്ടറി എടുക്കുന്നവർ വൈദ്യ ഫെയിലിയർ, ലോട്ടറി എടുക്കുന്നവർ ആരും സക്സസ് ആയിട്ടില്ല, എല്ലാവരും ഇതാണ്. കാരണം അവർക്ക് ക്വിക്ക് മണിയാണ് കിട്ടിയത്, ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. പക്ഷേ സ്ലോലി വെൽത്ത് ജനറേറ്റ് ചെയ്ത ആൾക്കാർ ദേ സ്റ്റേ ഇൻ ദ സിസ്റ്റം. അവർ വീണ്ടും ഒരു ബാങ്ക്രപ്റ്റ് പൊസിഷനിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ റെയറാണ്. അപ്പോൾ ഗുഡ് തിങ്സ് വിൽ ടേക്ക് ടൈം. സ്റ്റാർട്ട് ഏർലി. എനിക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഒരു അഡ്വാൻറ്റേജ് അതാണ്. I was into markets when I was 18 years old. ആ സമയത്ത് ടിവിയും ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഒന്നും ഇല്ല. അപ്പോൾ നേരത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നേരത്തെ റിട്ടയർ ചെയ്യാന്ന് പറഞ്ഞാൽ നോട്ട് ഫ്രം യുവർ വാട്ട് എവർ യു ഡു. നമ്മൾ പൈസയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യുക എന്നുള്ളൊരു കോൺസെപ്റ്റ് പതുക്കെ വിടാം. ഈ രണ്ട് കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വെൽ ആൻഡ് ഗുഡ്. പിന്നെ പ്രയോറിറ്റീസ് ചേഞ്ച്, ഗോൾസ് വെക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഗോൾ വെക്കുക. 10 years കഴിഞ്ഞിട്ട് ഇതാവുക. ഇപ്പോഴത്തെ ആൾക്കാരുടെ മെയിൻ പ്രോബ്ലം എന്ന് വെച്ചാൽ എവ്രി വൺ ഇസ് ഇൻ കംഫർട്ട് സോൺ. കുറച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഐഫോണൊക്കെ വാങ്ങിച്ച്, പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വീട് ലോണിൽ വെച്ച് കുറച്ച് സാലറി ഇട്ട് ദേ ആർ ഹാപ്പി. ഒരു റിസ്ക് കൊടുക്കില്ല. കുറച്ച് കണ്ണടച്ച് തുറക്കുമ്പോഴത്തേക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ഒരു 60 വയസ്സാവും. പക്ഷേ യു മൈ നോട്ട് ഹാവ് എൻജോയ്ഡ് എനിത്തിങ്. പകരം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചാനലൈസ് ചെയ്ത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഡെറ്റ്സ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അത് ചിലവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഡെറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ ഇപ്പോൾ നേരത്തെ റിട്ടയർ ചെയ്യുന്ന കാര്യമൊന്നും നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റില്ല. ഇനി ഡെറ്റ് ഉള്ള ആളുകളാണെങ്കിലും പതുക്കെ ഹ്യൂജ് ഡെറ്റ്സ് ഒക്കെ പതുക്കെ ക്ലോസ് ചെയ്ത് കൊണ്ടിട്ട് ബി ഫ്രീ.
പല റിസ്ക് എടുക്കാൻ പറ്റും, കൂടുതൽ ഡെറ്റ് എടുക്കാതിരിക്കുക. ഈ കൺവീനിയൻസും അതിൻ്റെ അകത്തൊരു ഫാക്ടർ. ഇപ്പോൾ അടുത്ത് സെറോദയുടെ ഓണർ നിതിൻ കാമത്ത് ഷെയർഡ് എ ട്വീറ്റ്. ഏറ്റവും കൂടുതൽ ലോൺസ് ഡിസ്പേഴ്സ് ചെയ്തിരിക്കണം മൈക്രോ ലോൺസാണ്, 10,000 റുപ്പീസിൻ്റെ താഴെയുള്ള ലോൺസാണ് യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിലാണ്, 20 to 30 years, ആൻഡ് ദേ ആർ നോട്ട് പേയിങ് ഇറ്റ് ബാക്ക്. ഇത് എന്തിനാണ് ഇവർ ഈ 10,000 റുപ്പീസിൻ്റെ താഴെ ലോൺ എടുത്തിരിക്കണമെന്ന് വെച്ചാൽ ആർക്കും അറിയില്ല. ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ് ഒരു 2 years അറിയാൻ പറ്റും ബാങ്കിൻ്റെ ഇതിൽ. സോ മെനി ഓഫ് ദം ആർ തിങ്കിങ് ലൈക്ക്, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ബെറ്റിംഗ് ആപ്സും ഗാംബ്ലിംഗ് ആപ്സും അതിലൊക്കെ ആ ഒരു ഇത് കിട്ടുമല്ലോ, ഒരു അഡ്രലിൻ പ്രഷർ കിട്ടും ഇത് ചെയ്യുമ്പോൾ. അതിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്റ്റേ അവേ ഫ്രം ഓൾ ദിസ് വിച്ച് ഡിസ്ട്രാക്ട്സ് യു. ലൈഫ് കോൺസെൻട്രേറ്റ് ചെയ്യുക, ഡു വാട്ട് യു എൻജോയ്, ഡെഫിനറ്റ്ലി സക്സസ് അറ്റൈൻ ചെയ്യാം. ആൻഡ് ഡു നത്തിങ്. Do nothing. Yes. Okay. So വളരെ നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു അത്. വി ഗോട്ട് വെരി ഗുഡ് ഇൻസൈറ്റ്സ്. താങ്ക് യു ആനന്ദ്. യെസ്. സോ നമുക്ക് ഇനി മ്യൂച്വൽ ഫണ്ട് വെൽത്ത് ബിൽഡിൽ മറ്റൊരു ഗസ്റ്റും അല്ലെങ്കിൽ മറ്റൊരു ഫൈനാൻസ് എക്സ്പേർട്ട് വേണ്ടി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. MyFin TV. Download the app now.